ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിയും ജാനകിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ജാനകി ആരാണെന്നും എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് അപർണ ഇതുപോലെ വൈരാഗ്യ ബുദ്ധിയോടെ നടക്കുന്നതെന്നും അവൾ എല്ലാം അറിയണമെന്നും അഭി പറയുക. അഭിയുടെ എന്തീ പറയുന്നത്? എല്ലാ സത്യങ്ങളും അവളോട് പറയണമെന്നാണോ എന്ന് ജാനകി ചോദിച്ചു. അതെ, അത് തന്നെയാണ്. പക്ഷേ അത് നമ്മളായിട്ട് ഒരിക്കലും അറിയാൻ പാടില്ല. ഒരഭ്യുദയ കാമേക്ഷി വഴി അറിയണം. അപർണയ്ക്ക് ഒരു അനോണിമസ് കോൾ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. ബാക്കി വസുന്ധരാമ ചെയ്തോളുമെന്ന് പറഞ്ഞു. അഭിയേട്ടനും ഇപ്പോൾ അമലിൻ്റെ മനസ്സായില്ലേ എന്ന് ജാനകി ചോദിക്കാം. ഇന്നത്തെ സംഭവം കൂടി ആയപ്പോൾ എനിക്കും അങ്ങനെ തോന്നി തുടങ്ങിയെന്ന കാര്യം പറയുക അഭി. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് അവൾക്ക് ഭ്രാന്തായിരിക്കുകയാണെന്ന കാര്യം പറയുവാണ് അഭി ജാനകിയോട്. അങ്ങനെ തമ്പി നിന്റെ അച്ഛനാണെന്ന് അപർണയുടെ അറിവിനേക്കാളും വലുതായിട്ട് നമ്മൾ കാണേണ്ടതേ മകളുടെ മുന്നിലുള്ള തമ്പിയുടെ അടി തെറ്റിയുള്ള ആ ഒരു വീഴ്ചയാണെന്ന കാര്യം അഭി ജാനകിക്ക് പറഞ്ഞു കൊടുത്തു. അതിനെയാണ് നമ്മൾ ഉന്നം വെക്കേണ്ടതെന്നും ഇനി നമ്മളതിനെ കാത്തിരിക്കാൻ പാടില്ല എന്നും. അത് കേട്ടപ്പോൾ അയാൾ എൻ്റെ അച്ഛനാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ല അഭിയേട്ടാ എന്ന് ജാനകി പറയുക. ആ സത്യം അതറിയുമ്പോൾ അപർണയ്ക്ക് നിന്നോടുള്ള മനോഭാവം എന്താണ് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം പോലും നിനക്കില്ലേ എന്ന് അഭി ജാനകിയോട് ചോദിക്കുക കേട്ടോ. അന്നേരം ജാനകിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. അവളെന്നെ അംഗീകരിക്കില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന കാര്യം ജാനകി പറയുമ്പോൾ അവൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ, ഇനി അവൾ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അത് വിട്ടേക്കണം. എങ്കിലും അപർണ ഈ വീട്ടിൽ പിന്നെ നിൽക്കില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് അഭി പറഞ്ഞു. അവൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുമെന്ന് അഭിയേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ജാനകി അന്നേരം ചോദിക്കുക. അച്ഛനെ ഇത്രമാത്രം സ്നേഹിച്ചൊരു മകള് വേറെ ഉണ്ടാകില്ല എന്നും പറഞ്ഞു. അച്ഛന് മറ്റൊരു മുഖം ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ അവൾ അയാളെ കാണാൻ പോലും ആഗ്രഹിക്കുകയില്ല എന്നും പറഞ്ഞു. അപ്പോൾ അവൾ നമ്മൾക്കരികിലേക്കും വരാനുള്ള സാധ്യതകളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു അഭി. അപർണ എന്ത് ചെയ്യുമെന്ന് പറയാൻ ആർക്കും കഴിയില്ല എന്നും ജാനകി പറയുവാണ്. പക്ഷേ അവൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചെന്നും വരാവുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ അഭിക്കും ആകെ ഒരു കൺഫ്യൂഷൻ, അവളെങ്ങാനും പോയി മരിച്ചു കളയൂ എന്നുള്ളത്. സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം അഹങ്കരിച്ച ഒരു പെണ്ണിന് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നും ജാനകി അഭിയോട് ചോദിക്കുക കേട്ടോ. അഭിക്ക് അന്നേരം പറയാൻ വാക്കുകളും ഇല്ല. അപർണയെ കാത്തിരിക്കുന്ന വിധി അതായിരിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ടെൻഷനും. ഈ ആളിക്കത്തലൊക്കെ കെട്ടടങ്ങാനാണോ എന്ന് ഈശ്വരന് മാത്രമേ അറിയൂ എന്നൊക്കെ ജാനകി ഇങ്ങനെ പറയും. നമ്മുടെ മോൾ അനുഭവിക്കേണ്ടി വരും പിന്നീടുള്ളതെല്ലാം. അമ്മ വഴി സത്യമെല്ലാം വസുന്ധരാമ അറിഞ്ഞു കഴിഞ്ഞെന്നും മകളെ അതെല്ലാം പറഞ്ഞ് വസുന്ധരാമ അറിയിച്ചാൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല എന്നൊക്കെ ജാനകി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക. അഭി ഇപ്പം ചെകുത്താനും കടലിനും നടുവിലായി ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അജയ് അഭിയെ കാണാനായിട്ട് ചെല്ലും. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അഭിയെ കാണാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. അല്ല, അപ്പോഴൊക്കെ ഏട്ടത്തിയോ അമലോ ആരെങ്കിലുമൊക്കെ ഏട്ടൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അജയ് പറയണു. എനിക്ക് പേഴ്സണലായിട്ടാണ് ഏട്ടനോട് സംസാരിക്കാനുള്ളത്. അപ്പം ഇപ്പം ആരും ഇല്ലല്ലോ, നീ സംസാരിച്ചോളാൻ പറഞ്ഞു അഭി അജയോട്. അപ്പോൾ അത് പിന്നെ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ല ഏട്ടാന്ന് പറഞ്ഞപ്പോൾ, എടാ എനിക്കറിയാം നിനക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ വിൽപത്രം എഴുതി വെച്ചിട്ടാണ് മരിച്ചതെന്നും ഇനിയും മക്കളുടെ പേരിലുള്ള ഷെയറുകൾ വിട്ട് കിട്ടണം, അത് ശരിയായ ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യം അഭി പറയാം. ഉടനെ തന്നെ നമുക്കതിനൊരു തീരുമാനം എടുക്കാമെന്ന് പറയുമ്പോൾ, പക്ഷേ സത്യത്തിൽ ഞാൻ പറയാൻ വന്നത് അതല്ല ഏട്ടാന്ന് അജയ് പറഞ്ഞു. പിന്നെ നീ പറയടാ, കാര്യം പറ, കാര്യം എന്താണെന്ന് നീ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാണെന്ന് ചോദിച്ചു അന്നേരം നമ്മുടെ അഭിയെ. എനിക്ക് നിങ്ങളാരും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അജയ് അഭിയോട് പറയുക. പിന്നെ ഞാൻ തന്നെയായിരുന്നു എല്ലാവരിൽ നിന്നും അകന്നു പോകാനും അതുപോലെ എൻ്റേതായ ഒരു ലോകം കണ്ടെത്താനും ഒക്കെ ആയിട്ട് ശ്രമിച്ചതെന്നുള്ള കാര്യം അജയ് ഇങ്ങനെ അഭിയോട് പറയുക. പിന്നെ എല്ലാം ഒരു ബിസിനസ്സിൻ്റെ മൈൻഡിലായിരുന്നു. ഒരു ബിസിനസ്സുകാരൻ ആകണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. അച്ഛൻ ഏട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മുതലാണ് എനിക്ക് വാശി തുടങ്ങിയതെന്നും പിന്നെ ഞാൻ പോയ വഴികളെപ്പറ്റി ഓർക്കാൻ പോലും എനിക്കിപ്പോൾ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനിയൻ ചേട്ടനോട് പറയുന്നു. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടെന്നും തെറ്റുകൾ തിരുത്തി എനിക്ക് തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട് ഏട്ടാ എന്ന് പറയുമ്പോൾ, നീ ആത്മാർത്ഥമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ അതിനെന്ത് തടസ്സം ഇപ്പോൾ ഉള്ളതെന്ന് അഭി ചോദിച്ചു കേട്ടോ. ഈ വീടും വീട്ടുകാരും നിനക്ക് മാത്രമേ അന്യമായിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് നീ എന്നും ഞങ്ങളിൽ ഒരാൾ തന്നെ ആയിരുന്നു എന്ന് അഭി ഇങ്ങനെ പറഞ്ഞു. എന്നെ ഇപ്പോൾ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അത് അവരുടെ ആരുടെയും പ്രശ്നമല്ല, എൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട് അങ്ങനെ വന്നതെന്ന് എനിക്കറിയാം. വീണ്ടും നിരഞ്ജനയിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടവുമായി വന്നതെന്ന് ഏട്ടൻ ചിന്തിക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയണു. വഴിതെറ്റിയ യാത്രയാണ് നീ നടത്തിയതെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയുള്ളൂ അജയ് എന്ന് പറഞ്ഞു. ഇനി നീ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരു വേദനയും തോന്നുകയില്ല എന്ന് പറഞ്ഞു.
ഹണി റോസ് ഒരിക്കൽ വാരിക്കുഴിയിൽ ഞാൻ വീണു പോയതാണ് ഏട്ടാന്ന് അജയ് പറഞ്ഞു കൊടുക്കുക. അതിൽ നിന്ന് കരകയറാൻ കുറച്ച് വിഷമമുണ്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ അവൾ പറയുന്ന 25 കോടിയുടെ സത്യാവസ്ഥ എന്താണെന്ന് അഭി ചോദിച്ചു. ഇനി ഞാനും അത് അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. സക്കീർ ഭായി എന്നോട് ഈ വിഷയം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അയാളെ കണ്ടത് ഏട്ടൻ ഹണി റോസിന് കൊടുത്ത വാക്കെന്താണെന്ന് അറിയാനാണെന്ന് കാര്യം അജയ് പറയാം. അതിനുശേഷം പിന്നെ സംഭവങ്ങളെല്ലാം അജയ് വിളിച്ചു പറയാം. അപ്പോൾ എൻ്റെ ഷെയർ വിറ്റിട്ടാണെങ്കിലും 25 കോടിയുടെ പലിശ മാത്രം ഞാൻ കൊടുക്കാം, ക്യാഷ് ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണെന്ന കാര്യം അജയ് പറയുക. അവൾ ശരിക്കും എന്നെ ട്രാപ്പിലാക്കിയതാണെന്ന കാര്യവും അജയ് അഭിയോട് പറഞ്ഞു. ഇത് കേട്ടപ്പം അത്തരം തുകയൊന്നും വെറുതെ കളയാനായിട്ട് പറ്റില്ല, നീ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയാൽ അതിൽ നിന്ന് നിന്നെ എനിക്ക് രക്ഷിച്ചെടുത്തല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. നീ സമാധാനമായിട്ടിരിക്കെ, നമുക്ക് വഴി നോക്കാം, ഞാനൊരു വഴി കണ്ടെത്താമെന്നും പറഞ്ഞ് അബി അജയ്ക്ക് സമാധാന വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജാനകി അങ്ങോട്ടേക്ക് ചെന്നു. ഇപ്പം സംഭവിക്കാൻ പോകുന്നത് നിന്നെ ബാധിക്കാൻ പോകുന്ന പ്രശ്നങ്ങളൊന്നുമല്ല, പിന്നെ നീ എന്തിനാ വിഷമിച്ച് നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അമ്മയുടെ ഈ മനോഭാവം ഒന്നും എനിക്കില്ല എന്ന് ജാനകി അമ്മയോട് പറയും. അമൽ തുടങ്ങി വെച്ചെന്നേ ഉള്ളൂ, എല്ലാവരും അതിൻ്റെ പിന്നാലെ തന്നെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് മോളെ. ഞാനിവിടെ കാണുന്നതേ അപർണയുടെ വിധിയല്ല, തമ്പിയുടെ നാശമാണെന്ന കാര്യങ്ങൾ അമ്മ പറയാം. അതിനുള്ള സമയമാണ് ഈ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതെന്നും അമ്മ പറയുന്നു. അന്ന് ക്ഷേത്രത്തിൽ പോകാൻ എനിക്കൊരു മനസ്സ് തോന്നിയെന്നും അപ്പോൾ വസുന്ധരയും അവിടെ വന്നു, അതൊക്കെ ദൈവനിയോഗമായിട്ട് എനിക്ക് തോന്നുന്നത്, ദൈവം കൊണ്ട് എത്തിച്ചതാ ശരിക്കും പറഞ്ഞ വസുന്ധരയെ അന്ന് അവിടെ, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ മോളെ എന്ന് പറഞ്ഞു. തമ്പിയുടെ നാശത്തിനുള്ള എല്ലാ ലക്ഷണങ്ങളും തെളിഞ്ഞു കഴിഞ്ഞെന്നും അതിനി ഞാൻ കോടതിയിൽ തമ്പിക്ക് പ്രതികൂലമായി മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കേസ് നടക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അമ്മ പറയുവാട്ടോ. 25 വർഷം മുൻപ് നടന്ന സംഭവത്തിന് എന്ത് തെളിവാണ് കോടതി സമക്ഷം കൊണ്ടുവരാനായിട്ടുള്ളതെന്നും അമ്മ ചോദിക്കുക. ആകെ ഉണ്ടായിരുന്ന 3 സാക്ഷികളിൽ ഒരാൾ കാലുമാറി, മറ്റേ ആൾ മരണപ്പെട്ടു, അടുത്തയാളും മരണപ്പെട്ടു. പിന്നെ എന്താ മോളെ അതിനകത്ത് പ്രതീക്ഷിക്കാനുള്ളത്? പാപിയെ ദൈവം പന പോലെ വളർത്തുമെന്ന് നീ കേട്ടിട്ടില്ലേ? തമ്പിയെ അതുപോലെ വളർത്തിയതാ. തമ്പിയുടെ നാശത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആയുധമാണ് തമ്പിയുടെ മകൾ എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അമ്മ വലിയ കണക്കുകൂട്ടലുകളിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതുവരെയും വസുന്ധരാമ ആ രഹസ്യം അപർണയെ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുക. മകളെ അറിയുന്ന അവർക്ക് എങ്ങനെ അത് പറയാൻ കഴിയും എന്നൊക്കെ ജാനകി ചോദിക്കുക. വസുന്ധരയ്ക്ക് പറയാതിരിക്കാനേ കഴിയില്ല മോളെ, അപർണയ്ക്ക് ആശ്രയം ഇനി നീ മാത്രമാണെന്ന് അവരും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും അമ്മ ജാനകിയോട് പറയുക. പിന്നെ തമ്പിയുടെ പതനം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും മോളെ എന്ന് അമ്മ പറയാം, നീ എന്നെ തടയരുത് എന്നും അമ്മ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി, അമ്മ എന്നെ വിട്ടു പോകാനോ, എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ജാനകി ചോദിച്ചു കേട്ടോ. അന്നേരം അമ്മ വിഷമോ, അമ്മയ്ക്ക് ഇനി ശരണാലയത്തിലേക്ക് മറ്റും തിരിച്ചു പോകാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതെന്തായാലും വേണ്ടാന്ന് പറഞ്ഞു ജാനകി. അന്നേരം അമ്മയൊന്ന് ചിരിച്ചു. ഞാനിനി ശരണാലയത്തിലേക്കൊന്നും അല്ല പോകുന്നത് എന്ന് അമ്മ പറയാം, എൻ്റെ അച്ഛനെ അടക്കം ചെയ്ത മണ്ണിലേക്കാണെന്ന് അമ്മ പറഞ്ഞു. പിന്നെ ചന്ദ്രമാഷിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ആ വീടും കുറച്ച് മണ്ണും ഉള്ളത്. ഇനിയുള്ള കാലം അമ്മയ്ക്ക് ആ വീട്ടിൽ ജീവിക്കാനാണ് ആഗ്രഹമെന്നും അതാണ് വേണ്ടത്, അത് അമ്മയുടെ ആഗ്രഹമാണ് മോളെ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുവാണ്. അത് കേട്ടപ്പോഴത്തേക്കും ജാനകി കരഞ്ഞു. അമ്മേ, സത്യത്തിൽ എനിക്ക് അമ്മയെ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഇങ്ങനെ പറയുവാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു പിടി മണ്ണും അതിലൊരു കൊച്ചു വീടും ഉള്ളപ്പോൾ നിൻ്റെ അമ്മ സമ്പന്ന തന്നെയാണെന്ന കാര്യം പറയുക രാധാമണിയമ്മ. കൂട്ടിന് എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളും ഉണ്ടെന്നും പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്കരികിലേക്ക് ഓടി വരാമല്ലോ മക്കളെ, അങ്ങനെ എൻ്റെ മോളുടെ മനസ്സിൽ അനാഥത്വം ഒഴിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ എന്നും പറഞ്ഞ് വിളിച്ച് ജാനകി ഭയങ്കര കരച്ചിൽ. അത് കഴിഞ്ഞ് പിന്നെ ജാനകി വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് ഇന്ദ്രജ കയറി വന്നു. അപ്പോൾ ജാനകി, നിങ്ങളെന്തിനാ എങ്ങോട്ട് വന്നെന്ന് ചോദിച്ചു. ഇടിച്ചു കയറി അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, പിന്നെ എന്താണെന്ന് ചോദിച്ചു. നിങ്ങൾ പോകാൻ നോക്കാൻ പറഞ്ഞു. വീട്ടിൽ കയറി വന്നതുകൊണ്ടാണ് ഞാൻ ഈ മര്യാദ കാണിക്കുന്നതെന്നും ജാനകി ഇന്ദ്രജയോട് പറയൂ കേട്ടോ. ആ സമയത്ത് ഇന്ദ്രജ മുകളിലോട്ട് നോക്കുന്നു. അബി ഇറങ്ങി വന്നു. അപ്പോൾ അബിയെ കണ്ടു. എന്തായാലും ഞാൻ വന്നുപോയില്ലേ, ആ ഭ്രാമം ഉണ്ടല്ലോ, വന്ന നിലയ്ക്ക് സംസാരിച്ചിട്ട് പോകാമെന്ന് ഇന്ദ്രജ പറയുമ്പോൾ പറ്റില്ല, നിങ്ങൾ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ജാനകി. അപ്പം നിങ്ങൾ എന്നെ നേരിൽ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതാണല്ലോ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നതെന്ന് ഇന്ദ്രജ. ശരി, നിങ്ങൾ വന്ന കാര്യം പറയാൻ പറഞ്ഞു അഭി. അപ്പോൾ ഒരു യുദ്ധത്തിനിറങ്ങിയാൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാകും, അതിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് ഇന്ദ്രജ. ഞാനും അങ്ങനെ ഒരു പാഠം പഠിച്ചു. ഇനി നിങ്ങൾക്കൊരു ശല്യമായി എൻ്റെ അനിയൻ വരില്ല എന്ന് പറഞ്ഞു.
കൊള്ളാലോ, ഇങ്ങനെ ഒരു പുതിയ നമ്പർ ഇറക്കി വരാൻ ഇന്ദ്രജ മേഡത്തിന് നാണം ഇല്ലേ എന്ന് ചോദിക്കുവാണ് ജാനകി. ഇന്ദ്രജ ചിരിക്കുക. ഞങ്ങളതാ ബുദ്ധിയില്ലാത്തവരാണെന്ന് നിങ്ങൾ കരുതിയോ എന്ന് ജാനകി ചോദിക്കുമ്പം, ഞാൻ നിങ്ങൾക്കെതിരെ ചെയ്തതെല്ലാം നകുലന് വേണ്ടിയിട്ടാണെന്നും അവനെ നിയന്ത്രിച്ച് നിർത്താൻ എനിക്ക് അവൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നുവെന്ന് ഇന്ദ്രജ ജാനകിയോടും അഭിയോടും തെറ്റുകളെല്ലാം ഏറ്റു പറയുന്നു. അവസാനം ഞാൻ ചെയ്തത് സേനൻ്റെ ഭാര്യയെ രംഗത്തിറക്കിയുള്ള കരിനീക്കമായിരുന്നു എന്ന കാര്യം ഇന്ദ്രജ പറയുന്നു. അതിലും ഞാൻ തോറ്റുപോയി. ഇതൊക്കെ ഞങ്ങളുടെ മുന്നിൽ വന്നെന്ന് പറയാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ധൈര്യം അപാരം തന്നെ അല്ലേ എന്ന് പറയാതെ എന്താ ചെയ്യേണ്ടതെന്ന് ജാനകി ചോദിച്ചു. അപ്പോൾ അതിൻ്റെ പിന്നിൽ നിങ്ങൾ മാത്രമല്ല, പിന്നിൽ അപർണയും ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ അതേപ്പറ്റി പറയാനൊന്നും ഞാൻ തയ്യാറല്ല. അതേപ്പറ്റി ഒന്നും ഓർക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നകുൽ ഇന്നലെ UK പോയി നല്ലൊരു കമ്പനിയുടെ ഓഫർ കിട്ടിയാണ് അവൻ പോകാൻ തയ്യാറായതെന്ന കാര്യം ഇന്ദ്രജ പറയാം. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് അവനെ കൊണ്ടുള്ള ടെൻഷൻ തീർന്നു. 3 മാസത്തിനുള്ളിൽ അവൻ്റെ എൻഗേജ്മെൻറ്റ് അവിടെ വെച്ച് നടക്കുമെന്നും ഇന്ദ്രജ പറയൂ കേട്ടോ. നകുലൻ ഇനി അവിടെ സെറ്റിൽഡ് ആവുമെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് ജാനകി അന്തം വിട്ട് നിൽക്കുവാണ്. അങ്ങനെ നകുലൻ എന്ന തലവേദന ഒഴിവായി. അപ്പോൾ ഇതെല്ലാം ഇവിടെ വന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്ദ്രജ പറഞ്ഞു കേൾപ്പിച്ചു. ഞാൻ പറയുന്നത് സത്യമായ കാര്യങ്ങളാണെന്നും നിങ്ങൾക്ക് വിശ്വസിക്കാമെന്നും പറഞ്ഞു. ഞാനും ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. ഞങ്ങളുടെ സ്വത്തിൻ്റെ പാർട്ടീഷനൊക്കെ നടന്നു. ഇവിടുത്തെ ബിസിനസ്സിന് നടത്തുന്നത് നരേന്ദ്രനാണെന്ന കാര്യം പറയുവാണ്. അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരു മടങ്ങിവരവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് വന്ന് പറയുന്നത്? നിങ്ങൾക്കൊന്ന് പോയാൽ പോരെ എന്ന് ജാനകി ചോദിക്കുമ്പം, അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം കരുതിയതെന്നും നിങ്ങളുടെ മുന്നിൽ ഞാനും നകുലനും ഇനി വരില്ല എന്ന് ഉറപ്പ് തന്നിട്ട് വേണം പോകണം എന്ന് എനിക്ക് തോന്നി എന്ന കാര്യം ഇന്ദ്രജ പറയുക. പിന്നെ സേനൻ്റെ മരണത്തിൽ അഭിരാമിനെ കൊടുക്കാൻ ശ്രമിച്ചത് നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ എന്ന് ഇന്ദ്രജ പറയുക കേട്ടോ. ജാനകിയോടുള്ള പക വെച്ച് എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തതാണെന്നും നന്മയ്ക്കെതിരെ പടവെട്ടി ഒന്നും നേടാൻ കഴിയില്ല എന്ന് മനസ്സിലായാൽ പിന്മാറുകയാണ് വേണ്ടതെന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇന്ദ്രജ പറയുക. അഭിയേട്ടനെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല, പക്ഷേ നിങ്ങളെ ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന കാര്യം പറയുക ജാനകെ. അതുകൊണ്ട് തന്നെ ഈ കുമ്പസാരം നിങ്ങൾ എന്നോട് ഇറക്കണ്ടെന്നും പറഞ്ഞു. നിങ്ങൾക്ക് കഴിയുന്ന വിധം തുടർന്നും ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് തന്നെ ഇരുന്നോളാനും പറഞ്ഞു. ഞങ്ങൾക്ക് കഴിയുന്ന വിധം ഞങ്ങളും പ്രതിരോധിച്ചോളാമെന്നും ജാനകി പറയുക. ഇത് കേട്ടപ്പോൾ ജാനകിയുടെ മനോഭാവം അതാണെങ്കിൽ മാറ്റിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ഇന്ദ്രജ പറയുക. അത്രയും തിക്തമായ അനുഭവം ഞങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങിയവളാണ് ജാനകി. അതുകൊണ്ട് തന്നെ ജാനകി ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല എന്ന് പറഞ്ഞു. ഇന്ദ്രജ, നകുലൻ, ഈ പേരുകൾ ഒരിക്കലും നിങ്ങൾക്കിനി കേൾക്കേണ്ടി വരില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണെന്നൊക്കെ പറഞ്ഞ് വാക്കിന് വില കൽപ്പിക്കുന്നവൾ തന്നെയാണ് ഞാനും എന്നും ഇന്ദ്രജ ജാനകിയോട് പറയാട്ടോ. പിന്നെ എന്നാൽ ശരി, ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല, പോവാമെന്ന് പറഞ്ഞ് ഇന്ദ്രജ യാത്ര പറഞ്ഞ് അങ്ങനെ പോവാം. ഇന്ദ്രജ ഒന്നും അറിയാതെ അല്ല ഒരു യാത്ര പറച്ചിലിന് വന്നത് എന്ന് കരുതിയാൽ മതി എന്നും പറഞ്ഞ് ബൈ പറഞ്ഞ് ഇന്ദ്രജ അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. ഇന്ദ്രജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവരെന്താ അങ്ങനെ പറഞ്ഞത്? ഇന്ദ്രജ, നമ്മൾ അറിയാത്ത വഴികളിലൂടെ പോയതല്ലേ സേനൻ്റെ കേസ് വരെ എത്തിയതെന്ന് ജാനകിയോട് അഭിനന്ദനം പറയാം. അവളിപ്പോൾ പറഞ്ഞതിൽ കാപട്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും നമ്മുടെ അഭി പറഞ്ഞു കേട്ടോ. നിനക്ക് അവളെ വിശ്വാസം ഇല്ല എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഞാനൊരിക്കലും അവളെ വിശ്വസിക്കില്ല എന്ന് ജാനകി അഭിയോട് പറയാം. ഇനി അവരോ നകുലനോ നമ്മുടെ ജീവിതത്തിൽ കരിനിഴൽ പടർത്താൻ വരില്ല ജാനകി, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഇന്ദ്രജയും അപർണയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് പെട്ടെന്ന് തന്നെ തകർന്നു പോയതെന്നും നമുക്കിത് ആശ്വാസം തന്നെയാണെന്ന കാര്യം അഭി ജാനകിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അപർണ ഇങ്ങനെ വരുമ്പോൾ അപർണയുടെ ഫോണിലേക്ക് ഇന്ദ്രജ വിളിക്കാം. അപർണ, ഞാൻ മടങ്ങി പോവുകയാ, അത് പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ ഇന്ദ്രജനെ എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് അപർണ ചോദിക്കുമ്പോൾ, അങ്ങനെ വരാനും മാത്രം ഇനി ഒന്നുമില്ല, നകുലൻ UK മടങ്ങിപ്പോയെന്നും ഇനിയുള്ള കാലം നകുലൻ അവിടെ ആയിരിക്കും എന്നുള്ള കാര്യവും പറഞ്ഞു. നകുലന് വേണ്ടി ആയിരുന്നല്ലോ ഞാനിവിടെ വന്നു പോയിക്കൊണ്ടിരുന്നത്, ഇനി അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജാനകിയെ വെറുതെ വിടാൻ ഇന്ദ്രജ തീരുമാനിച്ചോ എന്ന് ഈ അപർണ ചോദിക്കുമ്പം, അതെ, ഞാൻ അളകാപുരിയിൽ പോയി ജാനകിയെയും അഭിറാമിനെയും കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവളും ആകാന്തം വിട്ട് നിൽക്കുക ഈ അപർണ. സൗഹൃദപൂർവ്വമുള്ള ഈ യാത്ര ചോദിക്കലായിരുന്നു അതെന്നും പറഞ്ഞു. അപർണയ്ക്കൊന്നും സഹിക്കുന്നില്ല. അവർ ജീവിക്കട്ടെ, അവർക്കിടയിൽ ഇനി ഒരു പ്രശ്നത്തിനും ഇന്ദ്രജ വരില്ല എന്ന് പറയുമ്പം അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റത്തിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ നഷ്ടപ്പെടുത്തി കളയാൻ സമയമില്ല എന്നുള്ളത് തന്നെ. കാരണം നകുലൻ ഇതിനു മുന്നേ ഒരു ജീവിതം തുടങ്ങിയിരുന്നെങ്കിൽ എനിക്കിവിടെ വരേണ്ടതായിട്ടൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു ഇന്ദ്രജ. അപ്പോൾ ഇന്ദ്രജയുടെ സ്വരത്തിൽ ഒരു തോൽവി ഉണ്ടല്ലോ. അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു ഇന്ദ്രജ. തോറ്റോടിപ്പോകുന്നവരെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ലെന്നൊക്കെ എനിക്കറിയാം. അപർണ ഈ യുദ്ധം തുടങ്ങിയത് ആരെയും മുന്നിൽ കണ്ടുകൊണ്ടല്ല എന്ന് പറയുമ്പം, എന്ത് യുദ്ധം? നീ യുദ്ധം ചെയ്യുന്നത് നിന്നോട് തന്നെയാണെന്ന് ഇന്ദ്രജ പറഞ്ഞു. എല്ലാം അറിയുന്നവളാണ് ഞാനെന്നും നിന്റെ അച്ഛൻ നീ കരുതുന്ന ഒരാളല്ല എന്നും ഇന്ദ്രജ പറയാം.
അയാൾ ആരാണെന്ന് നീ അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നും അപർണയ്ക്കൊരു ക്ലൂ ഇട്ട് കൊടുത്തു നമ്മുടെ ഇന്ദ്രജ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിർത്താണ്. എന്തായാലും ക്ലൈമാക്സ് അടുത്തെന്ന് തോന്നുന്നു. ക്ലൈമാക്സിൻ്റെതായ രീതികളിലൊക്കെയാണ് കഥയുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പം എല്ലാവർക്കും ടാറ്റാ.